കൊമേഴ്സ്യൽ പർപ്പസ് ചെയ്യുന്നവർ എപ്പോഴും ഇതുപോലെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് പറമ്പിൽ കൃഷി ചെയ്യുക. വീട്ടാവശ്യത്തിന് കുറച്ചൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് ടെറസിലോ അല്ലെങ്കിൽ പെയിന്റിംഗ് ബക്കറ്റുകളിലോ ഒക്കെ കൃഷി ചെയ്യാം. എങ്കിലും നമ്മുടെ വീട്ടിലാക്കി ആവശ്യത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഡ്രമ്മിൽ നിന്നോ അല്ലെങ്കിൽ പെയിന്റിംഗ് ബക്കറ്റിൽ നിന്നൊക്കെ കിട്ടും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം പഞ്ചായത്തിലുള്ള അനിറ്റ തോമസ് എന്ന ഒരു അധ്യാപികയുടെ അടുത്താണ്. ടീച്ചറെ നമസ്കാരം. ഇന്ന് അവധിയാണല്ലേ? ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള തൊടുപുഴ തന്നെയുള്ള കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളാണ് പഠിപ്പിക്കുന്നത് അല്ലേ? അധ്യാപക ജീവിതത്തിനിടയിൽ ഇതുപോലെ കൃഷിയോട് താല്പര്യം തോന്നാനുള്ള കാരണം എന്താ? കൃഷി ചെറുപ്പം തൊട്ടേ കൃഷി ചെയ്യുമായിരുന്നു. അപ്പം ആ കൃഷിയോടുള്ള ഇഷ്ടം കാരണം പഠിച്ചത് ബോട്ടണിയാണ്. അതിനുശേഷവും അതുകൊണ്ട് ആ ഒരു മേഖല തന്നെ ഇവിടെ ആദ്യം റബ്ബറായിരുന്നു, അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് ഇപ്പോൾ പോന്നു. ആദ്യം പച്ചക്കറി കൃഷിയിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കൃഷിയിലേക്കും കൂടി പോന്നു. എന്തൊക്കെ പച്ചക്കറി കൃഷികളാണ് ചെയ്തു? ആദ്യം പച്ചക്കറികൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും അതുപോലെ തന്നെ കുറച്ച് പുറത്ത് കൊടുക്കുന്ന രീതിയിലുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഇങ്ങനെ ഫ്രൂട്ട്സ് പ്ലാന്റിലേക്ക് തിരിഞ്ഞല്ലേ? പിന്നീടാണ് ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ ഒരു നമ്മുടെ കേരളത്തിലുള്ള സാധ്യതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് പോകുന്നത്. അതിന് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളായിരുന്നു. അതിനുശേഷം ഞാൻ കൊമേഴ്സ്യലായിട്ട് ചെയ്ത് തുടങ്ങിയത് ഡ്രാഗൺ ഫ്രൂട്ടിൽ തന്നെയാണ്. ഇപ്പോൾ റംബൂട്ടാൻ, അതുപോലെ തന്നെ ഡുക്കു, അവക്കാഡോ, അങ്ങനെ ഇതിലേക്കൊക്കെ പോന്നിട്ടുണ്ട്. എത്ര ടൈപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്? ഡ്രാഗൺ ഫ്രൂട്ട് പലതരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് നമ്മുടെ വീടുകളിൽ വെക്കാനാണെങ്കിൽ. പക്ഷെ കൊമേഴ്സ്യൽ പർപ്പസ് ചെയ്യുവാണെങ്കിൽ റെഡ് വെറൈറ്റികൾ മാത്രമാണ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഡ്രാഗണ് ഇപ്പം നമ്മുടെ പല വെറൈറ്റികളും വീടുകളൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, റെഡ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ യെല്ലോ തരാമോ, യെല്ലോയുടെ പല വെറൈറ്റികൾ തരാമോ, ഒറിഗോണ തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ കൊമേഴ്സ്യൽ പർപ്പസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ഡ്രാഗൺ കൃഷി ചെയ്യുമ്പോൾ മലേഷ്യൻ റെഡോ അമേരിക്കൻ ബ്യൂട്ടി പോലുള്ള റെഡ് വെറൈറ്റികൾ മാത്രം സെലക്ട് ചെയ്യുക. അതാണ് പെട്ടെന്ന് കായ്ക്കുകയും അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യുന്നത്. ഒരു ഡ്രാഗൺ ചെടി നട്ട് കഴിഞ്ഞാൽ എത്ര വർഷം വേണ്ടി വരും ഇത് കായ്ക്കണമെന്നുണ്ടെങ്കിൽ? നമുക്ക് ഡ്രാഗണിൻ്റെ റെഡ് വെറൈറ്റികളെല്ലാം തന്നെ സാധാരണ മലേഷ്യൻ റെഡ് പോലുള്ള വെറൈറ്റികളെല്ലാം തന്നെ നമുക്കൊരു 6 മാസത്തിനുള്ളിൽ കായ്ച്ചു കിട്ടും. അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം പോയാൽ 1 വർഷം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ടൈമുണ്ട്, അതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ സമയമുണ്ട്. നമുക്കിത് തുടങ്ങുന്നത് മാർച്ച് തൊട്ടാണ്. മാർച്ച് തൊട്ട് ഒക്ടോബർ നവംബർ വരെയാണ് ഫ്രൂട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു ആഗസ്റ്റ് മാസത്തിൽ കൊണ്ടുപോയി നട്ടിട്ട് ആ സീസണിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കില്ല. പക്ഷെ നമുക്കൊരു ഡിസംബർ ജനുവരി നട്ട് കഴിഞ്ഞാൽ ആ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൽ നമുക്ക് പൂത്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം 6 മാസം തൊട്ട് 1 വർഷത്തിനുള്ളിൽ നമ്മുടെ ഡ്രാഗൺ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാഴ്ച കിട്ടും. അങ്ങനെ കായ്ക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ നടുക, ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്തൊക്കെ അടിസ്ഥാന വളങ്ങളാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്? നമ്മളിപ്പോൾ ഇതിന് ഡ്രാഗൺ നടുമ്പോൾ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ഉണക്ക ചാണകപ്പൊടി കൊടുക്കും. ഇനി അതുപോലെ തന്നെ സൂപ്പർ മീൽ, അതായത് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടി അടങ്ങിയ ഒരു വളം കൊടുക്കും. അല്ലെങ്കിൽ സൂപ്പർ മീൽ ഇല്ലെങ്കിൽ വേപ്പും പിണ്ണാക്കും എല്ലുപൊടി ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. അതാണ് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ തൈ വളർന്നതിന് 1.5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ, വേനൽക്കാലത്താണ് നമ്മൾ പ്ലാന്റ് നടുന്നെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ നമ്മൾ ജൈവ സ്ലറിയാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇത് മഴക്കാലത്താണ് നമ്മൾ പ്ലാന്റ് നടന്നെങ്കിൽ, ഒരു നല്ല മഴയുള്ള സമയത്താണ് നടന്നെങ്കിൽ ഈ പ്ലാന്റ് നട്ടിട്ട് 1.5 മാസത്തിന് ശേഷം നമ്മൾ ചെയ്യുന്നത് കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കോഴിവളം ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇത് പുഷ്പിക്കുന്നതിന് പ്രത്യേക വളങ്ങൾ വല്ലതും കൊടുക്കുന്നുണ്ടോ? നമ്മൾ വേറെ ഒന്നും കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ എന്ന് പറഞ്ഞാൽ മാർച്ച് സ്റ്റാർട്ട് ചെയ്യും, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെയാണ്. അതിന് നവംബറിൽ ഫ്രൂട്ട് കിട്ടും. ആ ഒരു സമയത്താണ് നമുക്ക് ഫ്ലവറിങ് കൂടുതലായിട്ട് കിട്ടുന്നത്. ആ സമയത്ത് നമുക്കറിയാം മഴയുള്ള സമയമാണ്. മഴയുള്ളപ്പോൾ നമ്മൾ കോഴിവളമാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഈ കോഴിവളം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നന്നായിട്ട് ഫ്ലവറും അതുപോലെ തന്നെ കായ്ക്ക് വലിപ്പവും വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഇടയ്ക്ക് ചില ആളുകൾ പറഞ്ഞു കേട്ടു, ഈ പൂവുണ്ടാകുമ്പോൾ ഇതിൽ പൊഴിഞ്ഞു പോവാണെന്ന്. എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം? മഴ കൂടുതലായതാണ് ഒരു കാരണം. ഈ പ്രാവശ്യം പൊതുവേ പറഞ്ഞ ഒന്നാണ്, പൂവുകൾ കുറച്ച് കൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് മഴയൊന്ന് തോർന്ന് ഒരു അല്പം ഒന്ന് തോർന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് സാഫ് എന്ന് പറഞ്ഞത് ഫംഗിസൈഡ് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക, അത് നല്ലതാണ്. ഇനി ചെറിയ മുട്ടകൾ കൊഴിഞ്ഞു പോകാതിരിക്കുമ്പോൾ നമ്മൾ കോഴിവളം ഇട്ട് കൊടുത്തു. നമുക്ക് അത്ര കൊഴിച്ചിലുണ്ടായില്ല, എല്ലാവരും പറയുന്ന പോലെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായില്ല. ഒന്ന് നമ്മൾ കോഴിവളം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാഫ് നമ്മൾ റെഗുലറായിട്ട് ഇതിനകത്ത് സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലത്ത് സാഫ് സ്പ്രേ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് അല്പം പശ ആഡ് ചെയ്തിട്ട് നമുക്കത് വളക്കടകളിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും. അതും കൂടി ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഒത്തിരി മഴയുള്ള സമയത്ത് നമുക്ക് ഫ്ലവർ ഉണ്ടാവുന്ന സമയത്ത് ഇതിൻ്റെ പൂമ്പിടി നഷ്ടപ്പെട്ടു പോകും, മഴയത്ത് ഒഴുകിപ്പോവും. ആ സമയത്ത് കുറച്ചൊക്കെ കൃഷി ചെയ്യുന്നെങ്കിൽ ഒരു കവറും കിട്ടുക. നമുക്കിപ്പോൾ എല്ലാവർക്കും നമുക്ക് അത്രയും കവർ ഇടാൻ സാധിക്കില്ല.
എങ്കിൽ പോലും കുറച്ചൊക്കെ ഉണ്ടാവുന്ന ഒരു വീട്ടിൽ ആവശ്യത്തിനൊക്കെ ചെയ്യുന്നവർക്ക് ഒരു കവർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഒന്ന് പോളിനേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലവർ പിടിച്ചോളും. മഴയത്ത് തേനീച്ച വരില്ല. അതുകൊണ്ട് ഈ പൂമ്പൊടി ഒഴുകി പോകുന്നതാണ് നമ്മുടെ ഈ പൂ പിടിക്കാതെ പോകാനും മറ്റൊരു കാരണം. ഈ പരാഗണം നടത്തണമെന്നുണ്ടോ? ഇത് പരാഗണം നടത്തണമെന്നില്ല. പരാഗണം നടത്തണമെന്നില്ല. ചില വെറൈറ്റികൾക്ക് മാത്രം പരാഗണം നടത്തിയാൽ മതി. ഈ റെഡ് വെറൈറ്റികൾ പോലുള്ളതിന് പരാഗണം നടത്തേണ്ട കാര്യമില്ല. പിന്നെ തേനീച്ച ഒന്നുമില്ല, മഴയൊക്കെ ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പോളിനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് സമയമൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഉള്ളെങ്കിൽ. ഈ പ്രാവശ്യം നമ്മളൊരു 2 ദിവസം ഇതിനകത്ത് പോളിനേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു ദിവസം നമുക്ക് പോളിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ലാതെ തന്നെ ഉണ്ടാവുന്നതാണ് ഈ കായ്കളൊക്കെ, അല്ലാതെ തന്നെ ഉണ്ടായേക്കുന്നതാണ്. ഈ കായ്ക്ക് വലിപ്പ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് ചില കായ്കൾ ചെറുതായി പോകാറുണ്ട്. അതെന്താ അതിൻ്റെ കാരണം? അത് ശരിക്കും പോളിനേഷൻ നടക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കാരണം വരുന്നത്. അല്ലാതെ റെഡ് വെറൈറ്റികൾക്കൊക്കെ അത്യാവശ്യം വലിപ്പം കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് ആർത്ത് കയറി നിൽക്കുന്ന കാണാം. അങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ ഇത് കായ ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലേ? ഇപ്പം ഇത് പറയുവാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, കായ ഉണ്ടാവാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ അടിയിലേക്ക് ഇത് നിറച്ച് തിങ്ങി വളർന്നു. ഇതിന്റെ അടിയിലോട്ട് സൂര്യപ്രകാശം കിട്ടുന്നില്ല. അങ്ങനെ സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ ആ തണ്ടിനകത്ത് കായ്ക്കില്ല. സൂര്യപ്രകാശം കിട്ടിയാൽ ഏത് തണ്ടിലും കായ്ക്കും. കാരണം ഇതിനൊരു മാർച്ച് ഏപ്രിൽ മാസം തൊട്ട് ഇതിനൊരു ടെൻഡൻസി, ഫ്ലവറിങ് ടെൻഡൻസി മാത്രമുണ്ട്. ഇതിന് ഗ്രോത്ത് അല്ല പിന്നെ വരുന്നത്, ഈ ഫ്ലവറിങ് ടെൻഡൻസിയാണ്. ഒരു സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞതിന് ശേഷമാണ് നല്ല തളുപ്പുകൾ പോലും ഇതിനകത്ത് വരുള്ളൂ. കാരണം അതിന് ശേഷമാണ് അതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്ന തണ്ടുകളൊന്നും കളയേണ്ട കാര്യമില്ല. ഇനി അടിയിലേക്ക് ഒത്തിരി വർഷമായി 3-4 വർഷമൊക്കെ കഴിയുമ്പോൾ മാത്രം ഇത് കട്ട് ചെയ്താൽ മതി. അല്ലാതെ ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് നട്ട ഉടനെ തന്നെ ഞങ്ങൾ മറ്റുള്ള ചെടികളൊക്കെ നമുക്കറിയാം പ്രൂൺ ചെയ്യുന്നുണ്ട്, ഞങ്ങളങ്ങ് പ്രൂൺ ചെയ്തോട്ടെ, ഇവിടെ വെച്ച് കട്ട് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രൂണിങ് ആവശ്യമാണെന്ന്. ഇങ്ങനെ നിൽക്കുന്നതിനൊന്നും ഒരു പ്രൂണിങ്ങും ആവശ്യമില്ല. ഒരു 3-4 വർഷം കഴിഞ്ഞു അടിവശത്തേക്ക് ഒട്ടും സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ മാത്രം പ്രൂൺ ചെയ്യുക. അത് നമുക്ക് അന്നേരം പ്ലാന്റിംഗ് മെറ്റീരിയലായിട്ട് വിത്തായിട്ട് എടുക്കാൻ പറ്റും അല്ലേ? വേനൽക്കാലമൊക്കെ വന്നു കഴിയുമ്പം നമുക്കൊരു മഞ്ഞ നിറം വരുന്ന കാണാറുണ്ട്. അതിനെന്താ പ്രതിവിധി? വേനൽക്കാലം വരുമ്പോൾ മഞ്ഞ കളർ വരുന്നത് സൂര്യപ്രകാശം കൂടുതലായിട്ട് ഇതിന് തണ്ടുകൾ തട്ടിയിട്ടാണ്. അപ്പം അതിന് അത്രയും പ്രതിരോധിക്കാൻ ഇതിനൊക്കെ സാധിക്കുന്നില്ല. നമ്മളൊരു ഡിസംബർ മാസം ആകുമ്പോൾ നമ്മളിത് കണ്ടോ, ഈ കമ്പി കിടക്കുന്നത് കണ്ടോ, ഈ കമ്പി കണ്ടോ, ഈ കമ്പിയിൽ നമ്മൾ ഗ്രീൻ നെറ്റ് ഇട്ടു. ഈ ഗ്രീൻ നെറ്റ് ഇട്ട് ഇതിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഡിസംബർ മാസത്തിൽ നമ്മൾ ഡിസംബർ അവസാനം ഗ്രീൻ നെറ്റ് ഇടും. എന്നിട്ട് പിന്നെ പുതുമഴ 2-3 പുതുമഴ കിട്ടിക്കഴിയുമ്പോൾ മെയ് മാസം ആകുമ്പോഴേക്ക് നമ്മളത് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ? ഇല്ല, പൊള്ളി പോകരുത്. ഇത് ചൂട് കൂടി മഞ്ഞ കളർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളി പോവും. ആ പൊള്ളൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലഷ് നശിച്ചു പോകാനാണ് സാധ്യത. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ ഇതിനകത്ത് ചൈന ക്ലേ പോലുള്ള മരുന്നുകൾ കേരളത്തിന് പുറത്തൊക്കെ ഇതിന് ക്ലേ ഉപയോഗിക്കുന്നുണ്ട്, അത് സ്പ്രേ ചെയ്യുന്നുണ്ട്. പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ ആ ക്ലേ ഒഴുകിപ്പോവും. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ നെറ്റ് തന്നെയാണ്. അത് ഈ വർഷം ഇട്ടു, അത് നമ്മൾ എടുത്ത് വെക്കുന്നു, അടുത്ത വർഷം നമ്മൾ അത് ഇടുന്നു. ആ ഒരു പണി നമുക്കുണ്ട്. നമുക്കൊരു എക്സ്ട്രാ വർക്ക് തന്നെയാണത്. എങ്കിൽ പോലും നമ്മുടെ പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളത് ചെയ്യുന്നുണ്ട്. ഒരു ഫംഗസ്, അതായത് ഒരു മഞ്ഞ നിറത്തിലൊരു ചീച്ചൽ പോലൊരു അസുഖം വരുന്നുണ്ട്. എന്താ അതിൻ്റെ കാരണം? അത് ഫംഗസ് രോഗം തന്നെയാണ്. അതിപ്പം കേരളത്തിൽ പല സ്ഥലങ്ങളിലും അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഫംഗസ് രോഗം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗം വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത്, നമ്മൾ അത് ഏതെങ്കിലും ഫംഗിസൈഡുകൾ അടിച്ചുകൊണ്ടിരിക്കുക. സാഫോ അല്ലെങ്കിൽ ബോഡോമിസ്സോ ഫൈട്രാൻ പോലുള്ള ഫംഗിസൈഡുകൾ ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്യുക. ഒരു 10 ദിവസത്തെ ഇടവേളയിൽ തന്നെ ഇതിനെ ചെയ്തുകൊണ്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയതായിട്ട് ഡ്രാഗൺ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് എത്ര അകലത്തിലാണ് ഇത് നടേണ്ടത്, ഇതിന് എന്ത് കാലാണ് ഉപയോഗിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, പറമ്പിൽ സ്ഥലമുള്ളവർക്ക് ഇതുപോലെ വാർക്കക്കാലുകളിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ഇനി ആ വാർക്കക്കാലുകളിൽ കൃഷി ചെയ്യുമ്പോൾ പോസ്റ്റിൻ്റെ ടോട്ടൽ ലെന്ത് 7 അടിയാണ് ടോട്ടലായിട്ടുള്ള നീളം വേണ്ടത്. അതിനകത്ത് 2 അടി മണ്ണിന് അടിയിലേക്ക് കുഴിച്ചിടണം. തീർച്ചയായിട്ടും 2 അടി മണ്ണിന് അടിയിലേക്ക് കുഴിച്ചിടുക. ഇനി മറ്റൊന്നുള്ളത് നമുക്ക് ഡ്രമ്മുകളിലൊക്കെ ചെയ്യാം. നമ്മൾ ഡ്രമ്മിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് PVC പൈപ്പ് സെൻറ്ററിൽ കുഴിച്ചിട്ടിട്ട്, PVC പൈപ്പ് എന്നാലും ടോട്ടൽ 5 അടി ഹൈറ്റ് മതി. എന്നിട്ട് മുകളിൽ ടയർ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡ്രമ്മിലോ അല്ലെങ്കിൽ പെയിൻറ്റും ബക്കറ്റുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെറിയ എന്തെങ്കിലും പാത്രങ്ങളാണെങ്കിൽ അത് മതി. കാരണം ഒത്തിരി ആഴമുള്ള പാത്രങ്ങൾ വേണ്ട. കാരണം ഇതിൻ്റെ റൂട്ട് ഒരിക്കലും താഴേക്ക് പോകുന്നില്ല. റൂട്ട് സർഫസിൽ സ്പ്രെഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വളർച്ച കുറവുണ്ടാകില്ലേ ഈ ഡ്രമ്മിൽ നട്ട് കഴിയുമ്പോൾ? ഡ്രമ്മിൽ ഇപ്പോൾ നിലത്ത് നടന്നത്ര വളർച്ച കാണാറില്ല, കിട്ടത്തില്ല. ഇല്ല. കൊമേഴ്സ്യൽ പർപ്പസ് ചെയ്യുന്നവർ എപ്പോഴും ഇതുപോലെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട്
പറമ്പിൽ കൃഷി ചെയ്യുക. വീട്ടാവശ്യത്തിന് കുറച്ചൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് ടെറസിലൊക്കെ ടെറസിലോ അല്ലെങ്കിൽ പെയിന്റിംഗ് ബക്കറ്റുകളിലോ ഒക്കെ കൃഷി ചെയ്യാം. എങ്കിലും നമ്മുടെ വീട്ടിലാക്കി ആവശ്യത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഡ്രമ്മിൽ നിന്നോ അല്ലെങ്കിൽ പെയിന്റിംഗ് ബക്കറ്റിൽ നിന്നൊക്കെ കിട്ടും. അത് കിട്ടും. സൂര്യപ്രകാശം വേണം അല്ലേ പ്രധാനമായിട്ട്. ഇതെങ്ങനെയാ നനവ് കൊടുക്കുന്ന വേനൽക്കാലങ്ങളിൽ ഒരു ജനുവരി മാസമൊക്കെ കഴിയുമ്പോൾ തൊട്ട് ആഴ്ചയിൽ ഒരു 2 ദിവസം നമ്മൾ ഇതിനകത്ത് സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്, മിസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആഴ്ചയിൽ 2 ദിവസം ഒരു 2-3 മിനിറ്റ് വെള്ളം തുറന്നു വിടാറുണ്ട്. അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. കൂടുതൽ വെള്ളം ആവശ്യമുള്ള പ്ലാന്റ് അല്ലേ? ഇത് സാധാരണ മരുഭൂമിയിലൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണല്ലോ അല്ലേ? പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റിന്റെ 4 സൈഡിൽ ഒരേ പ്ലാന്റുകൾ, ഇതുപോലുള്ള റൂട്ടുള്ള പ്ലാന്റുകൾ ഇപ്പോൾ ഇവിടെ ചാരി വെച്ചേർന്നായിരുന്നു. ഈ റൂട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ നടുന്നത്. ഈ റൂട്ടുള്ള പ്ലാന്റ് 4 സൈഡിൽ ഓരോന്നായിട്ട് അടിവളം ഇട്ടിട്ട് നമ്മൾ നടുവാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വള്ളി കൊണ്ട് കയറ്റി വിടുക. ഇതൊക്കെ കയറ്റി വിടാതെ വരുമ്പോഴേക്കും താഴേക്ക് പോകുന്നതാണ്. നമ്മൾ കട്ട് ചെയ്ത് കളയും. ഒടിഞ്ഞു പോകും അല്ലേ? ഈ വളഞ്ഞു പോയാലും കുഴപ്പമില്ലല്ലോ. വളഞ്ഞൊന്നും എങ്ങനെ കിടന്നാൽ ഇതിന് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഭംഗിക്ക് വേണ്ടിയാണ് 1 അല്ലെങ്കിൽ 2 കയറ്റി വിടാൻ പറയുന്നത്. പിന്നെ കൂടുതലും ഈ ചെറുതായിട്ടുള്ള ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ കഴിയുമ്പോഴേക്കും ഇത് മുകളിൽ വന്ന് കയറി മറിഞ്ഞോളും. ഇത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കൃഷി ചെയ്തേക്കുന്നതാണ്. ഡ്രാഗൺ പ്ലാന്റ് നമ്മൾ ആദ്യം ചെയ്തൊക്കെ അവിടെയാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു 1.5 വർഷമായിട്ടുള്ളൂ നമ്മൾ ഇത് പ്ലാന്റ് ചെയ്തിട്ട്. അതാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഹൈടെക്കാ, അതായത് പുല്ല് മുളയ്ക്കാത്ത രീതി അല്ലേ? മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. മൾച്ചിങ് ഷീറ്റ് ഇട്ടുന്ന നമുക്ക് ലേബർ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഇട്ടേക്കുന്നത്. മൾച്ചിങ് ഷീറ്റ് ഇട്ടാണെങ്കിൽ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നീട് നമുക്ക് ഇതിനകത്ത് പുല്ല് പറിക്കുവോ ബാക്കി കാര്യങ്ങളൊന്നും നോക്കണ്ട. ചോട്ടിന് മാത്രം നമ്മുടെ ഇടയില്ല, ചോട്ടിലെ പുല്ല് മാത്രം പറിച്ചു കളഞ്ഞാൽ മതി അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് മുകളിൽ ടയർ ഇടുക. ടയർ വെച്ചിട്ട് ടയറൊക്കെ കയറ്റി മറക്കുക. ഈ പോസ്റ്റിന്റെ മുകളിൽ നമ്മളൊരു 10 mm അല്ലെങ്കിൽ 12 mm കമ്പി കയറുന്ന ഹോളുകളുണ്ട്. 2 സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും ഹോളുകളുണ്ട്. ആ ഹോളുകളിലൂടെയാണ് കമ്പി കയറ്റി ഈ ടയർ നമ്മളിവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് ബൈക്കിൻ്റെ ടയറുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിനൊരു വട്ടം കൂടുതൽ കിട്ടുന്ന ബൈക്കിൻ്റെ ടയറായതുകൊണ്ട് ബൈക്കിൻ്റെ ടയറാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇത് ടയർ അല്ലാതെ ഈ സിമെന്റ് തന്നെ വാർത്തെടുക്കുന്ന സ്ക്വയറോ അല്ലെങ്കിൽ സർക്കിൾ വാർത്തെടുക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മുടെ ചാർജ് കൂടുതലായിരിക്കും. നമുക്ക് ഈ ടയർ വെക്കുമ്പോൾ നമുക്ക് ലോ കോസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റത് അതിനെക്കാളും കൂടി വെയിറ്റ് നമുക്ക് കൂടുതലാവും സിമെന്റ് തന്നെ വാർത്തെടുക്കുമ്പോൾ. ഇതിന് പകരം PVC പൈപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ? PVC പൈപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്. PVC പൈപ്പ് ഉപയോഗിക്കുമ്പോൾ PVC പൈപ്പിന്റെ അകത്തും കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. മാത്രമല്ല PVC പൈപ്പ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പുറത്ത് എന്തെങ്കിലും നമുക്ക് ചുറ്റി കൊടുക്കണം. ഈ ഇത് കണ്ടോ, ഈ റൂട്ട് ഇങ്ങനെ പിടിച്ച് കിട്ടാൻ വേണ്ടി. ഇത് കണ്ടോ, റൂട്ട് തന്നെ പിടിക്കുന്നത്, നമ്മളൊന്നും ചെയ്യുന്നതല്ല. വേര് ഇങ്ങനെ മൊത്തം പിടിച്ച് നല്ല ശക്തമായിട്ട് പോവാ. ഒരു ഇത് 1.5-2 വർഷത്തോളല്ലേ ആയുള്ളൂ. ഈ 4 വർഷമൊക്കെ ആകുമ്പോൾ ഇതിവിടെ ഒരു മൊത്തം റൂട്ടിന്റെ ഒരു ഇതായിരിക്കും കാണുന്നത്. അപ്പം അവിടെ പിടിച്ച് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ കയറോ എന്തെങ്കിലും ചുറ്റി കൊടുക്കണം. അപ്പോൾ അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഇതായിരിക്കും നല്ലത്. ഇതാണ് ഡ്രമ്മിൽ ചെയ്തിരിക്കുന്നത്. ഡ്രമ്മിൽ ചെയ്യുമ്പം ഒരു ഡ്രമ്മിൽ 2 പ്ലാന്റ് ചെയ്താൽ മതി. 2 അല്ലെങ്കിൽ പെയിന്റ് ബക്കറ്റിലും 2 വെച്ച് ചെയ്താൽ മതി. ടെറസിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാം. കാറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ടെറസിൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് കട്ടിയുള്ള എന്തെങ്കിലും, അതായത് മണലൊക്കെ നമ്മൾ വെയിറ്റ് കൊടുക്കുന്നുണ്ടല്ലേ? അപ്പോൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഒട്ടും മണ്ണില്ലെങ്കിൽ ഇതിനകത്ത് വെയിറ്റ് കൂടി കഴിയുമ്പോൾ മറിഞ്ഞു പോകാൻ കാറ്റ് പിടിക്കും. അതനുസരിച്ച് ഈ പില്ലറും അല്ലെങ്കിൽ ഇതൊക്കെ വെയിറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണം. അതായത് നമുക്ക് ഒട്ടും സ്ഥലമില്ലാത്തവർക്കും ഇത് വളർത്താം. തീർച്ചയായിട്ടും ടെറസ് നമ്മുടെ ഫ്ലാറ്റുകൾ വരെ ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്ലാറ്റുകൾ ബാംഗ്ലൂർക്കൊക്കെ നമ്മളിത് കൊറിയർ അയക്കുന്നത് അവർക്ക് ഫ്ലാറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ബാംഗ്ലൂർ ചെന്നൈക്കൊക്കെ നമ്മൾ അയക്കുന്നവർ ഫ്ലാറ്റുകൾ ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒത്തിരി നമ്പറൊന്നുമില്ല, 4-8 ആയിരിക്കും അവർക്ക് അയച്ചു കൊടുക്കുന്നത്. അവർക്ക് കൊതു തീരെ വിഷമില്ലാത്ത സാധനം ആവശ്യത്തിനുള്ളത് ഡ്രമ്മിൽ 2 വെച്ച് ചെയ്യാൻ വേണ്ടി. പൊതുവെ വിഷമില്ലാത്ത ഒരു ഫ്രൂട്ട്സ് അല്ലേ? തീർച്ചയായിട്ടും. ഇതിന് നമുക്ക് വിഷപ്രയോഗത്തിനൊന്നും ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഫംഗിസൈഡ് എടുത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്, നല്ല ഒഴിച്ച് ബാക്കി വേറെ ഒന്നും നമ്മൾ ചെയ്യാറില്ല. ഇതാണ് റൂട്ടർ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി കട്ടിങ്സ് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ കട്ടിങ്സ്. ഇത് നമ്മളിങ്ങനെ വെറുതെ ചാരി വെച്ച് വേര് പിടിപ്പിച്ചെടുത്ത് ഒരു 50-60 ദിവസം കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇത്. അതിനാണ് നമ്മൾ 75 രൂപയ്ക്ക് കൊടുക്കുന്നത്. മറ്റേത് വെറും കട്ടിങ് 50 രൂപയ്ക്ക് കൊടുക്കും. ഇപ്പൊ നമ്മൾ ഇത് ഒരിക്കലും ഇങ്ങനെ കൊണ്ടേ നടരുത്. കാരണം നമുക്ക് ഇതിനകത്ത് ചീച്ചിൽ വരും. ഇത് നമ്മൾ വേര് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നടാമുള്ളൂ. ഇങ്ങനെ വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ നടേണ്ടത് അവിടെ അപ്പം തന്നെ നമുക്ക് നടാൻ സാധിക്കും. ഇപ്പോൾ കൊറിയറൊക്കെ വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിത് കൊറിയർ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് 1 പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. ഈ കട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുമോ? അങ്ങനെയാണ് ഇത് ചെരിച്ച് കട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് അറിയാൻ വേണ്ടി മാത്രം കട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുന്നത്.
അല്ലാണ്ട് നേരെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇല്ല. പക്ഷെ നമുക്ക് ഇതിന്റെ അല്ലെങ്കിൽ വെട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അടി ഏതാ മോളെ മനസ്സിലാകില്ല. നമ്മുടെ കപ്പത്തണ്ട് കട്ട് ചെയ്യുന്ന പോലെ അല്ലേ? കപ്പത്തണ്ട് വീണ്ടും തിരിച്ചറിയാൻ പറ്റും. ഇത് ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചിപ്പോൾ എനിക്കറിയാം ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇതല്ലാന്ന് അറിയാം. പക്ഷെ എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാകില്ല. കൊറിയറാക്കി അയച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ നമ്മളിവിടെ എല്ലാം അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു പ്ലാന്റേഷൻകാർക്ക് കൊടുക്കാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുന്നതാണ്. അവരിന്ന് വന്ന് എടുക്കാനുള്ളതാണ്. 2 ടൈപ്പ് ഉണ്ട് അല്ലേ? റൂട്ടഡും ഉണ്ട്. ഇതൊരു കെട്ട് എത്രയാ? 50ന്റെ കെട്ട്. 50ന്റെ കെട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.